മുതൽ മാർച്ച് 15 വരെ ഹിമാചൽ പ്രദേശിലെ ബക്ലോയിലുള്ള സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിംഗ് സ്കൂളിൽ ഇന്ത്യ-US സൈനിക സംയുക്ത സ്പെഷ്യൽ ഫോഴ്സ് അഭ്യാസത്തിന്റെ 16ാമത് പതിപ്പായ വജ്രപ്രഹാർ നടത്തും. പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും പരസ്പര പ്രവർത്തനക്ഷമതയും സംയുക്ത പ്രവർത്തന സന്നദ്ധതയും വർദ്ധിപ്പിക്കുന്നതിനും വിപുലമായ പ്രത്യേക പ്രവർത്തന തന്ത്രങ്ങൾ, സാങ്കേതിക വിദ്യകൾ, നടപടിക്രമങ്ങൾ എന്നിവയുടെ കൈമാറ്റം സാധ്യമാകുന്നതിനുമാണ് ഈ അഭ്യാസം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു. യഥാർത്ഥ സാഹചര്യങ്ങളിൽ നടത്തുന്ന കഠിനമായ പരിശീലനത്തിലൂടെ ഇരു വിഭാഗങ്ങളും പരസ്പര വിശ്വാസവും പ്രവർത്തന സമന്വയവും ശക്തിപ്പെടുത്തും. ഇന്ത്യൻ സൈന്യം എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി. 2024 യുഎസിലെ ഇഡാഹോയിൽ വെച്ചാണ് 15ാമത് സൈനിക അഭ്യാസം നടന്നത്. ഇരുവശത്തു നിന്നും 45 പേർ വീതമുള്ള സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ സൈനിക സംഘത്തെ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളും US സൈനിക സംഘത്തെ യുഎസിലെ ഗ്രീൻ ബെററ്റ്സും പ്രതിനിധീകരിച്ചു. പരസ്പര പ്രവർത്തനക്ഷമത, സംയുക്തത, പ്രത്യേക പ്രവർത്തന തന്ത്രങ്ങളുടെ പരസ്പര കൈമാറ്റം എന്നിവ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യയും യുഎസും തമ്മിലുള്ള സൈനിക സഹകരണം പ്രോത്സാഹിപ്പിക്കുക, മരുഭൂമി, അർദ്ധമരുഭൂമി പരിസ്ഥിതിയിൽ സംയുക്ത പ്രത്യേക സേനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സംയോജിത കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യം. 2023 മേഘാലയയിലെ ഉംറോയിലാണ് ഈ അഭ്യാസം നടത്തിയത്. ഇന്ത്യൻ വ്യോമസേനയും വ്യക്തിഗത ഓഗ്മെന്ററീസും വിവിധ സംയുക്ത അഭ്യാസങ്ങൾ നടത്തി. ഈ അഭ്യാസത്തിനിടെ ഇരു രാജ്യങ്ങളിലെയും സൈനിക ഷില്ലോങ്ങിലെ ഉമിയം തടാകത്തിൽ ഒരു MI-17 ഹെലികോപ്റ്ററിൽ പ്രവർത്തനങ്ങൾ നടത്തി. കൂടാതെ കൃത്യത, സമന്വയം, പ്രൊഫഷണലിസം എന്നിവയുടെ ഉയർന്ന നിലവാരം പ്രദർശിപ്പിക്കുന്നതിനായി ഹെലോകാസ്റ്റിംഗ് പ്രവർത്തനങ്ങളും നടത്തി. 2026 ഫെബ്രുവരി 27 ജയ്സാൽമീറിലെ പൊക്രാൻ എയർ ടു ഗ്രൗണ്ട് റേഞ്ചിൽ നടക്കുന്ന വായുശക്തി 26 എന്ന അഭ്യാസത്തിലൂടെ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ പ്രവർത്തന വൈദഗ്ധ്യം പ്രകടിപ്പിക്കും. ആദ്യത്തെയും വേഗതയേറിയതും ഏറ്റവും ശക്തവുമായ പ്രതികരണ ശക്തി എന്ന നിലയിൽ ശത്രുവിനെ വേഗത്തിൽ ശിക്ഷിക്കാനും തുടക്കം മുതൽ തന്നെ പ്രവർത്തന അന്തരീക്ഷത്തിൽ ആധിപത്യം സ്ഥാപിക്കാനും തന്ത്രപരമായ പ്രവർത്തനങ്ങളെ തന്ത്രപരമായ ഫലങ്ങളാക്കി മാറ്റുന്നതിലൂടെ പ്രവർത്തനങ്ങളുടെ ഗതിയെ നിർണായകമായി സ്വാധീനിക്കാനുമുള്ള കഴിവ് IAF ഉയർത്തിക്കാട്ടും. മാനുഷിക സഹായത്തിലും ദുരന്ത നിവാരണത്തിലും IAF എങ്ങനെ നിർണായക പങ്ക് വഹിക്കുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ചയും ഈ അഭ്യാസം നൽകും. രാജ്യത്തിനകത്തും പുറത്തും സംഘർഷ മേഖലകളിൽ നിന്നും വേഗത്തിലുള്ള എയർലിഫ്റ്റും രക്ഷാപ്രവർത്തന ഒഴിപ്പിക്കലും വാഗ്ദാനം ചെയ്യുന്നു. തേജസ്, റാഫേൽ, ജാഗ്വാർ, മിറേജ് 2000, സുഖോയ് 30 MKI, MiG-29, ഹോക്സി 130J, C-295, C-17, ചേതക്, ALH, MK-4, MK-17-4, LCH, അപ്പാച്ചെ, ചിനൂക്ക്, റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് എന്നിവ ഉൾപ്പെടെ യുദ്ധവിമാനങ്ങൾ, ഗതാഗതം, ഹെലികോപ്റ്റർ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടുന്നു. പൂർണ്ണ സ്പെക്ട്രം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. വ്യോമസേനയുടെ വൈവിധ്യവും സന്നദ്ധതയും പ്രകടിപ്പിക്കുന്നതിനായി ഷോർട്ട് റേഞ്ച് ലോയിറ്ററിംഗ് മ്യൂണിഷൻസ്, ആകാശ് സ്പൈഡർ, കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ് തുടങ്ങിയ നൂതന ആയുധ സംവിധാനങ്ങളും ഈ അഭ്യാസത്തിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.